അത് ഞാൻ അറിയിക്കാം. സിൻഡിക്കേറ്റ് ചേരുന്നതിന് മുമ്പായിട്ട് ഒരു സമവായ ചർച്ചകൾ ഉണ്ടാകുമോ? സിൻഡിക്കേറ്റ് ചേരുന്നതിന് മുമ്പ് ഇനിയും ചിലപ്പോൾ ചർച്ചയൊക്കെ നടത്തേണ്ടി വന്നേക്കാം. നമുക്ക് പ്രശ്ന പരിഹാരമാണല്ലോ ലക്ഷ്യം. അദ്ദേഹം അനുഭാവം തന്നെ കാണിച്ചിട്ടുള്ളൂ. സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാലോ, നിയമത്തിൽ പറയണതാണല്ലോ. സിൻഡിക്കേറ്റ് വിളിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അത് സംബന്ധിച്ച് ചർച്ച ചെയ്തു വരികയാണ്. അത് മുഴുവനാകുമ്പോൾ അത് പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം അങ്ങനെ പറയാവുന്ന വിധത്തിലേക്കൊന്നും ആയിട്ടില്ല. ഞാൻ 2 കക്ഷികളോടും സംസാരിച്ചു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കി. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോരുത്തർക്കും എത്രത്തോളം ആവാം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയേ നമുക്ക് നിൽക്കാൻ സാധിക്കൂ. അതെല്ലാവരും അംഗീകരിച്ചു പോകണം. അതാണ് അതിന്റെ പ്രശ്നം. നിങ്ങൾ വേവലാതിപ്പെടണ്ടാന്നേ. നമുക്ക് ഞാനൊരു ശ്രമം നടത്തല്ലേ, നോക്കാം. താറുമാറായതൊന്നും അങ്ങനെ താറുമാറാനൊന്നും പറ്റില്ല. അതാണല്ലോ VC വിളിച്ചു വരുത്തിയത്. VC വന്നല്ലോ, 1 മാസമൊന്നും ആയിട്ടില്ല. VC പോയിട്ടാണ് 21 ദിവസം എന്ന് പറയുന്നത്. അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോവാണ് ചെയ്തത്. അങ്ങനെ പിടിവാശി എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചത്. വലിയൊരു സമര പോരാട്ടമുണ്ട്. നിരവധി ജയിലിലായി. സർക്കാർ ഇങ്ങനെ ഒരു സമവായത്തിലെത്തുമ്പോൾ ഇത് സർക്കാർ മുട്ടുമടക്കലൊന്നുമല്ല. നിങ്ങൾക്ക് പിന്നെ സർവകലാശാല ഇങ്ങനെ കത്തിയരിഞ്ഞ് നിൽക്കണം എന്നായിരിക്കും താല്പര്യം. എന്തായാലും SFIക്കാർ വളരെ നല്ല പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ കാഴ്ചവെച്ചു. അത് അവര് ശരിയുടെ പക്ഷത്ത് തന്നെ നിന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. സമരം അത് കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ സർവകലാശാലയിൽ പഠന പ്രവർത്തനങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം. അതിന് കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ മികച്ച റാങ്കിങ്ങും എല്ലാം നേടിയിട്ടുള്ള സർവകലാശാലയാണ്. കുട്ടികൾക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കണം. അത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. ഈ പ്രശ്നത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള നിലപാടുകൾ മനസ്സിലായി. ആ നിലപാടുകളിൽ ആർക്കാണ് തകരാറെന്നൊക്കെ ഉള്ളത് ഏതാണ്ടൊക്കെ ജനസമൂഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇനിയത്തെ ഘട്ടത്തിൽ നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു വിശാല താല്പര്യത്തെ മുൻനിർത്തി സമാധാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നടത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നോക്കിയിട്ടുള്ളത്.